നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം 4-ാം അധ്യായത്തിലെ 51 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. രേവതി ആകാശത്തു നിന്നും ഭൂമിയിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പതിച്ചുകൊണ്ട് അന്നു തുടങ്ങി ആ കുമുദപർവ്വതം രൈവതകമെന്ന് പ്രസിദ്ധമായി തീർന്നു. അങ്ങനെ രേവതി വീണതോടുകൂടി രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും ഒരു കന്യക ജനിച്ചു. ആ കന്യകയ്ക്ക് രേവതി എന്ന് തന്നെ മുനി പേരുമിട്ടു. രേവതി പ്രായമായപ്പോൾ വരനെ അന്വേഷിച്ച് നടന്നിട്ടും കിട്ടിയില്ല. പിന്നീട് അഗ്നിയെ പ്രസാദിപ്പിച്ചപ്പോൾ അഗ്നി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് ദുർദമൻ എന്നുള്ള ഒരു പ്രസിദ്ധനായ രാജാവ് അവളുടെ വരനായി വരുമെന്നാണ്. അപ്പോൾ ദുർദമൻ ആശ്രമത്തിൽ എത്തുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ രാജാവിനോട്, അതായത് ദുർദമനോട് കാര്യങ്ങളെല്ലാം മുനി ചോദിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ, കൊട്ടാരത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങയുടെ ഭാര്യ വളരെ സുഖിയായി ഇവിടെ തന്നെ വസിക്കുന്നുണ്ട് എന്നും പറയുന്നു. അത് രേവതിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇനി വായിക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ സന്ദർഭം. ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 4-ലെ 52-ാമത്തെ ശ്ലോകം. രാജോവാച സുഭദ്രാദ്യാസ്തുയാ ഭാര്യ മമ സന്ധിഗ്രഹേ വിഭോ ജാനാമി താസ്തു ഭഗവൻ ന വൈ ജാനാമി രേവതിം. വിഭോ, എൻ്റെ ഗൃഹത്തിൽ സുഭദ്ര തുടങ്ങിയ ഭാര്യമാർ ഉണ്ട്. അവരെയെല്ലാം എനിക്കറിയാം. എന്നാൽ അങ്ങ് പറഞ്ഞ രേവതിയെ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇപ്പോൾ ആശ്രമത്തിൽ എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ രേവതിയെ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. പക്ഷേ രേവതി ഭാര്യയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദുർദമൻ അവിടെ എത്തിയത്. ഋഷിരുവാച. ശ്ലോകം 53. പ്രിയേതി സാമ്പ്രതം രാജം സ്തയോക്തായ മഹാമതേ സാ വിസ്മൃതാക്ഷണാദേവ യാതേ ശ്ലാഘ്യതമാ പ്രിയ. മഹാമതേ, അങ്ങിപ്പോൾ പ്രിയേ എന്ന് ആരെയാണോ വിളിച്ചത് അവളെ അങ്ങ് ഇത്ര വേഗം മറന്നുപോയോ? അവൾ തന്നെയാണ് അങ്ങയുടെ ശ്ലാഘനീയയായ ഭാര്യ. രാജോവാച. ത്വയോക്തം യൻ മൃഷാതന്നോ തഥൈവ മന്ത്രിതാ മയാ മുനേ ദൃഷ്ടോ നമേ ഭാവ കോപം മാ കർത്തുമർഹസി. അങ്ങ് പറഞ്ഞത് കള്ളമല്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. എന്നാൽ മഹർഷി, എൻ്റെ മനസ്സ് ആ സമയത്ത് ദുഷ്ടമായിരുന്നില്ല. അങ്ങ് കോപിക്കരുതേ. ഋഷിരുവാച. ശ്ലോകം 55. രാജന്നുക്തം ത്വയാ സത്യം ന ഭാവോ ദൂഷിതസ്തവ വന്യനാ പ്രേരിതേനേത്തം ഭവതാ വ്യാഹൃതം വചഃ.
രാജാവേ, അങ്ങ് സത്യമാണ് പറഞ്ഞത്. അങ്ങയുടെ ഭാവം ആ സമയത്ത് ദുഷിച്ചതായിരുന്നില്ല. അഗ്നിദേവൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് അങ്ങയ്ക്ക് ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത്. ശ്ലോകം 56. അദ്യ പൃഷ്ടോ മയാ വന്നി കോസ്യാ ഭർത്താ ഭവിഷ്യതി തേനോക്തം ദുർദമോ രാജാ ഭവിതാസ്യാപദേർധ്രുവം. ഇന്ന് ഞാൻ അഗ്നിദേവനോട് ചോദിച്ചു, ആരാണ് ഇവളുടെ ഭർത്താവായി ഭവിക്കുക എന്ന്. അദ്ദേഹം പറഞ്ഞത് ദുർദമൻ എന്ന രാജാവ് അവളുടെ ഭർത്താവായി ഭവിക്കുമെന്നാണ്. ശ്ലോകം 57. തഥാ ദൽസ്വമയാ ദത്താമിമാം കന്യാമഹീപതേ പ്രിയേത്യാമന്ത്രിതാ പൂർവം മാ വിചാരം കുരുഷ്വഭോഹോ. അതുകൊണ്ട് രാജാവേ, ഞാനിവളെ അങ്ങേക്ക് തരികയാണ്. ഇവളെ പത്നിയായി സ്വീകരിക്കൂ. പ്രിയെ എന്ന് നേരത്തെ വിളിച്ചു പോയല്ലോ എന്ന് കരുതി അങ്ങ് വിചാരപ്പെടേണ്ട. ശ്ലോകം 58. ശ്രുത്വൈ തൽസോ ഭവത്തുഷ്ണീം ചിന്തയൻ മുനിഭാഷിതം വൈവാഹികം വിധിം തസ്യ മുനി കർത്തും സമുദ്യതഃ. മഹർഷി പറഞ്ഞത് കേട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. മഹർഷിയാകട്ടെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ട ഒരുക്കവും തുടങ്ങി. ശ്ലോകം 59. അധോദ്യതം വിവാഹായ ദൃഷ്ട്വാ കന്യാബ്രവീത് മുനിം രേവത്യുക്ഷേ വിവാഹോ മേ താതകർത്തും ത്വമർഹസി. വിവാഹത്തിനുള്ള ഒരുക്കം കണ്ട കന്യക മുനിയോട് പറഞ്ഞു, അച്ഛാ, രേവതി നക്ഷത്രത്തിൽ വേണം അങ്ങൻ്റെ വിവാഹം നടത്താൻ. ഋഷിരുവാച. ശ്ലോകം 60. വത്സേ വിവാഹയോഗ്യാനി സന്തന്യർക്ഷാണി ഭൂരിശഃ രേവത്യാം കഥമുദ്വാഹ പൗഷ്ണഭം ന ദിവി സ്ഥിതം. കുഞ്ഞെ, വിവാഹയോഗ്യമായ മറ്റ് നക്ഷത്രങ്ങൾ വേറെ ധാരാളമുണ്ടല്ലോ. രേവതി നക്ഷത്രത്തിൽ എങ്ങനെയാണ് വിവാഹം നടത്തുക? അതിപ്പോൾ ആകാശത്ത് ഇല്ലല്ലോ. കന്യോവാച. ശ്ലോകം 61. രേവത്യുക്ഷം വിനാകാലോ മമോദ്വാഹോചിതോ നഹി അതഃ സംപ്രാർത്ഥയാമേതദ്വിവാഹം പൗഷ്ണഭേ കുരു. രേവതി നക്ഷത്രത്തിൻ്റേതല്ലാത്ത സമയത്ത് എൻ്റെ വിവാഹം നടത്തുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ വിവാഹം രേവതി നക്ഷത്രത്തിൽ ചെയ്യണമെന്ന്. ഋഷിരുവാച. ശ്ലോകം 62. ഋതവാങ്മുനിനാ പൂർവം രേവതീഭം നിവാദിതം ഭാന്തരേ ചേന്നതേ പ്രീതിർ വിവാഹസ്യാത് കഥം തവ. പണ്ട് ഋതവാക്കെന്ന മുനി രേവതി നക്ഷത്രത്തെ ശപിച്ചു വീഴ്ത്തിക്കളഞ്ഞു. മറ്റ് നാളുകളിൽ വിവാഹം നടത്തുന്നത് നിനക്കിഷ്ടമല്ലെന്ന് വന്നാൽ നിന്റെ വിവാഹം എങ്ങനെ നടക്കും? 62 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.